നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശു ദൈവാലയം വിടുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, യേശു ദേവാലയം വിട്ടുപോകുമ്പോൾ ശിഷ്യന്മാർ അവനെ ദേവാലയത്തിന്റെ പണി കാണിക്കേണ്ടതിന് അവന്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്റെ മേൽ കല്ല് ഇവിടെ ശേഷിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. യേശു ദൈവാലയം വിട്ടുപോകുമ്പോൾ എന്നുള്ളത് വളരെ അർത്ഥവത്തായൊരു പ്രയോഗമാണ്. കാരണം ഇസ്രായേൽ ദേവാലയം പണിയപ്പെടുന്നതിന് മുമ്പ് സമാഗമന കൂടാരമാണ് 40 വർഷം ഇസ്രായേലിന് മരുഭൂമിയിൽ ഉണ്ടായിരുന്നത്. ആ സമാഗമന കൂടാരം പണി തീർത്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക്, അതിലെ സാക്ഷ്യപ്പെട്ടകത്തിന് മീതെയുള്ള കൃപാസനത്തിൻ്റെ മധ്യത്തിലേക്ക് തേജസ്സോടെ ഇറങ്ങി വന്നത് വേറെ ആരുമല്ല, തേജസ്സിൻ്റെ കർത്താവായ യേശുക്രിസ്തുവാണ്. പിന്നീട് ശലോമോൻ ദേവാലയം പണിതു കഴിഞ്ഞതിൻ്റെ പ്രതിഷ്ഠയുടെ ദിവസം, യഹോവ നല്ലവനല്ലോ, അവന് സ്തോത്രം ചെയ്യുവിൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ഹൃദയത്തിൽ നിന്ന് പാടിക്കഴിഞ്ഞപ്പോൾ ആലയം തേജസ് കൊണ്ട്, അല്ലെങ്കിൽ പുക കൊണ്ട്, മേഘം കൊണ്ട് നിറഞ്ഞു എന്ന് വായിക്കുന്നു. അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യെരൂശലേം ദേവാലയത്തിലേക്കുള്ള ആ വരവായിരുന്നു. ആ കർത്താവാണ് ഇപ്പോൾ ദേവാലയം വിട്ടുപോകുന്നത്. ഇവിടെ രസകരമായ ഒരു കാര്യം, ദേവാലയത്തിൻ്റെ പണി കാണിക്കേണ്ടതിന് ശിഷ്യന്മാർ യേശുവിനെ അങ്ങോട്ട് നോക്കിക്കേ എന്ന് പറഞ്ഞ് യേശുവിൻ്റെ ശ്രദ്ധയെ ക്ഷണിച്ചു. ആ ദേവാലയത്തിൽ വസിച്ച് അതിനെ ധന്യമാക്കിയിരുന്നത് യേശുവാണ്. ആ യേശുവാണ് ഇപ്പോൾ പുറത്തു കടന്ന് ബേഥലഹേമിൽ ഒരു ചോരക്കുഞ്ഞായി പിറന്നതും, നസറത്തിലെ വീട്ടിൽ വളർന്നതും, യെരൂശലേമിലും അതുപോലെ ഇസ്രായേലിലെ തെരുവുകളിൽ വചനം പ്രസംഗിച്ചുകൊണ്ട് ഉടുതുണുക്ക് മറുതുണിയില്ലാത്ത, ഒരു തലചായ്ക്കാൻ ഇടമില്ലാത്ത വെറും സാധാരണക്കാരനായ വിശപ്പും ദാഹവും ക്ഷീണവും ഒക്കെ അനുഭവിച്ചുകൊണ്ട് ജീവിച്ചത്. ആ കർത്താവ് ഇസ്രായേലിനെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ ആവത് ശ്രമിച്ചു. കപടഭക്തി ഉപേക്ഷിച്ച്, ദുർനടപ്പ് ഉപേക്ഷിച്ച്, അവരുടെ ദേവാലയത്തിലെ പാപങ്ങൾ ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് നിങ്ങൾ തിരിയുമെങ്കിൽ, വചനത്തിലേക്ക് നിങ്ങൾ തിരിയുമെങ്കിൽ അനുഗ്രഹിക്കപ്പെടും എന്ന് ആവർത്തിച്ച് യേശു പറഞ്ഞു. പക്ഷേ അവരതിന് തയ്യാറായില്ലെന്ന് മാത്രമല്ല, യോഹന്നാൻ സ്നാപകനെ കൊന്നതുപോലെ യേശുവിനെയും കൊല്ലാൻ അവർ പ്ലാൻ ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് യേശു ദേവാലയം വിടുകയാണ്. അവൻ ദേവാലയം വിട്ടുപോകുമ്പോൾ അത് അവസാനത്തെ യേശുവിൻ്റെ ദേവാലയത്തിലേക്കുള്ള വരവായിരുന്നു. പിന്നെ അങ്ങോട്ട് കയറിയിട്ടില്ല. പിന്നെ കയറാനത് ഇല്ലാതെ പോയി താമസിയാതെ. യേശു പറഞ്ഞു, ഇവിടെ ഇതാ ദേവാലയത്തേക്കാൾ വലിയവൻ. ഈ മന്ദിരം, ഞാനാകുന്ന മന്ദിരം പൊളിപ്പീൻ, 3 നാൾ കൊണ്ട് ഞാനിതിനെ പണിയും. യെരൂശലേം ദേവാലയം AD 70 കല്ലിൻ്റെ മേൽ കല്ല് ശേഷിക്കാതെ യേശു പറഞ്ഞതുപോലെ തകർക്കപ്പെട്ടു. ഇന്നുവരെ പണിതിട്ടില്ല. പക്ഷേ യേശു എന്ന ദേവാലയം താൻ പറഞ്ഞതുപോലെ 3-ാം നാൾ വീണ്ടും പണിയപ്പെട്ടു. മരണത്തിന് അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധനായ യേശു ദ്രവത്വം കണ്ടില്ല. യേശു മണ്ണിൽ നിന്നുള്ളവനല്ല. യേശുവിൻ്റെ ശരീരം ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്ത വലുപ്പവും തികവുമേറിയ കൂടാരമാണ്, അല്ലെങ്കിൽ ദേവാലയമാണ്. കന്യകമറിയാമിന്റെ ഗർഭത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം ചെറുതായി അവളുടെ അനുവാദത്തോടെ വരികയായിരുന്നു ഒരു മനുഷ്യ ഷേപ്പ് എടുക്കുവാൻ. ആ കർത്താവായ യേശു യെരൂശലേം ദേവാലയത്തെക്കുറിച്ച് പറഞ്ഞു, ഇത് കല്ലിൻ്റെ മേൽ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകും. യെരൂശലേം ദേവാലയം മനോഹരമായിട്ട്, വിലയേറിയ കല്ലുകളാൽ, മനോഹരങ്ങളായ കല്ലുകളാൽ അകവും പുറവുമൊക്കെ അലങ്കരിച്ച് ഇരിക്കുന്നതിൽ യഹൂദന്മാർക്ക് വലിയ അഭിമാനം ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ ദൈവമില്ല. അത് വെറും മരവും കല്ലും കൊണ്ടുള്ള ഒരു കെട്ടിടം മാത്രമാണ്
അത് മനുഷ്യർക്ക് തകർക്കാൻ കഴിയും, തകർക്കും, പിന്നെ പണിയപ്പെടുകയില്ല എന്നുള്ളത് അവർക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. യേശു പറഞ്ഞിരുന്നു, നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, കല്ലിൻ്റെ മേൽ കല്ല് ശേഷിക്കാതെ ഇതിടിഞ്ഞു പോകുന്ന കാലം ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മനുഷ്യാവതാരം യേശുവാണ്. ആ ശരീരത്തിലാണ് ദൈവം വസിച്ചിരുന്നത്. ആ കർത്താവ് നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയേറ്റാണ് കുരിശിൽ മരിച്ചത്. താൻ ദൈവമാണെന്ന് തെളിയിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. യേശുവിനെ, അദൃശ്യനായ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകളുടെ ഹൃദയത്തിലേക്ക് അവിടുന്ന് വരികയും അവരെ ദേവാലയമാക്കി മാറ്റുകയും ചെയ്യും. നിങ്ങളുടെ ശരീരങ്ങളെ ദൈവം വസിക്കുന്ന ആലയങ്ങൾ എന്ന് മനസ്സിലാക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും എന്ന് നാം വായിക്കുന്നുണ്ട്. നമ്മുടെ ശരീരം, യേശുവിനെ കൈക്കൊള്ളുന്നവരുടെ ശരീരം ദേവാലയങ്ങളായിട്ട് മാറുകയാണ്. ദൈവം അവരിൽ വസിക്കുകയാണ്. പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വിദ്യാസമ്പന്നനെന്നോ വിഹീനനെന്നോ കുലശ്രേഷ്ഠനെന്നോ കുലഹീനനെന്നോ നോക്കാതെ യേശുവിനെ കൈക്കൊള്ളുന്ന ഏതൊരാളുടെയും ഉള്ളിലേക്ക് വന്ന് യേശു വസിക്കുകയാണ്. അവരെ നയിക്കുകയാണ്, നിയന്ത്രിക്കുകയാണ്, അവരെ മാനിക്കുകയാണ്, അനുഗ്രഹിക്കുകയാണ്. ദേവാലയം വിട്ടുപോയി കർത്താവിനെ തങ്ങളുടെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുവാൻ സാധിക്കുന്നവർ ബുദ്ധിമാന്മാരാണ്. തീർച്ചയായിട്ടും ആ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെ അവസാനം ശോഭിക്കാനിടയായിത്തീരും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.